ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ക്ലീനിങ് ഡേ എന്നല്ല, ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യാൻ ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ ഏട്ടൻ വണ്ടിയും കൊണ്ട് പോകുമ്പോട്ട കാവിയും അങ്ങനെ എല്ലാം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. കാവിയല്ല, സോറി, കാക്കിട്ടോ. അപ്പം അങ്ങനെ അതേ ഡ്രസ്സുകളും എൻ്റെ ഡ്രസ്സും മോളുടെ ഡ്രസ്സുകളും പിന്നെ അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതൊന്ന് വൃത്തിയാക്കി ഇടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വൃത്തിയാക്കലും നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ മാറാലൊക്കെ കൂടുമ്പോഴൊക്കെ നല്ല കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് എൻ്റെ വീട്ടിലാണെങ്കിലും ശരി കേട്ടോ, എനിക്ക് മാറാല കാണുമ്പോൾ ഒരു പൊറുതികേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഷ് ചെയ്യുമ്പോൾ ജപ്പാൻ വെള്ളം കുറച്ചുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ചെറുതായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ തലേ ദിവസമൊക്കെ വെള്ളം വരുമ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് വെള്ളം പറ്റ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് വെള്ളം നിൽക്കുമ്പോഴത്തേന് വേഗം അലക്കിയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ധോനി ബേബി നിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. ആൾ നല്ല ഉറക്കാണ്. പിന്നെ കിടക്കാനൊക്കെ ഒരുപാട് വഴുകും. പിന്നെ ചൂടും കാരണമൊക്കെ ആയതുകൊണ്ടേക്ക് ഇപ്പോൾ കളി നേരമൊക്കെ കൂടിയുണ്ട്. ഇപ്പോൾ ആൾ ഭയങ്കര കളിയിലാണ്. ഉറങ്ങാനൊക്കെ ഒരുപാട് വഴുകും കേട്ടോ. അപ്പോൾ ആളെന്തായാലും എണീച്ചിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ എന്തായാലും ഇതൊന്ന് അലക്കിയെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കപ്പ് കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുകയായിട്ട് ചെയ്യുക. നമ്മൾ വാഷ് ചെയ്തിട്ട് സോപ്പൊക്കെ കൂട്ടി നല്ല പതപ്പിച്ച് ചളിയൊക്കെ തച്ച് തിരുമ്പിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ മുക്കുമ്പോൾ അത്രയും വെള്ളം വേസ്റ്റ് ആവുമല്ലേ. പിന്നെ നമുക്ക് വെള്ളം ഇതാക്കിയെടുക്കാം, ഒലമ്പി പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ അലക്കിയെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ തുണി ഒലമ്പി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിനൊരു കളർ മാറ്റമോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ നമ്മുടെ സോപ്പ് പാതി 2-3 പ്രാവശ്യം നല്ല കപ്പും കൊണ്ട് വെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വെള്ളം വേസ്റ്റ് ആവില്ല. പിന്നെ അങ്ങനെയല്ല, ഒന്നിച്ചിങ്ങനെ ഒലമ്പി പിഴിയുമ്പോഴേ അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. എന്നിട്ടാണ് നല്ല വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാറ്. അപ്പോൾ ഈ സമയം കൊണ്ട് രാജേട്ടൻ കുറച്ച് ഉണക്കമീനൊക്കെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്, ഏട്ടന് കുറച്ച് ദൂരെയാണെന്ന് ഓട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീൻ കിട്ടിയില്ല, ചെമ്മീനായിട്ട് കിട്ടിയത്. ഇനിയിപ്പോൾ എന്തായാലും അത് ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു. ഞാനതാ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാം അകത്ത് എല്ലാം വിരിച്ചിടുകയാണ് കേട്ടോ. ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ചെറിയ തുണികൾ, കോട്ടൺ തുണികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെരുപ്പിൻ്റെ ഉള്ളിൽ വെക്കുന്ന തുണിയാണ്. കാരണം കാല് വഴുതി വീഴുന്നതിനൊക്കെ വേർത്തിട്ടൊക്കെ കാല് വഴുതി പോണതിന് നമ്മൾ കോട്ടൺ തുണി ഇങ്ങനെ ചെരുപ്പ് ഇടുന്നതിൻ്റെ കൂടെ നമ്മൾ പുല്ല് വെട്ടുമ്പോഴൊക്കെ വലിയ ഷൂ ഒക്കെ ഇടില്ലേ, പ്ലാസ്റ്റിക് ഷൂ ഇങ്ങനെ മുട്ട് വരെയുള്ളത്. അപ്പം അത് ഇടുമ്പോൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ ഷർട്ടും മുണ്ടും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ എല്ലാവരും തുണികളൊക്കെ അലക്കി അങ്ങനെ വിരിച്ചിടുകയാണ്. അപ്പം ഇനി ഇത് ഞാൻ അലക്കൽ കഴിയുന്നവരെ എന്തായാലും ധോനി ബേബി എണീച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇനി അവൾ എണീച്ചോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും അറിയുള്ളൂ കേട്ടോ. അവിടെ ശബ്ദമൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ അവിടെ കൂട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെയും ഒക്കെ കൂട്ടം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരോടാ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. ഫസ്റ്റ് എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ നല്ല കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു, തോരയിടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളിതാ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആളമ്മ എന്നൊക്കെ വിളിച്ചതാ വെളിയിലേക്ക് വന്നിട്ടുണ്ടേ. കൂടെ അവിടെ വാവാവോനും എടുത്തിട്ട് വന്നതാ. വാവാവോനും ഉറക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇന്ന് എണീറ്റ് വരുമ്പോൾ വാശിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നല്ല മൂടായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവളെ പിന്നെ കളിച്ച് അവൾക്ക് ചായയൊക്കെ കൊടുത്ത്, പിന്നെ അവൾക്ക് കുറുക്കുണ്ടാക്കി വെച്ചായിരുന്നു. അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒന്ന് നേരം വൈകിട്ട് 9:45, 9:30 ആ ടൈമിലൊക്കെ ഇട്ട് അവൾ എണീറ്റത്. അതുകൊണ്ട് അവൾക്ക് ഒരു 11 മണി 11:30 ആയപ്പോഴും അവൾ ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഇനിയിപ്പോൾ എന്തായാലും അവളെ ഉറക്കി കിടത്തുന്നില്ല. അവൾക്ക് ഉറക്കം നല്ല ക്ഷീണമാവുന്ന സമയത്ത് ഉറക്കി കിടത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ആ സമയം കൊണ്ട് ചോറൊക്കെ അമ്മായി അടുപ്പത്തിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇനി മാറാലൊക്കെ ഒരുപാട് ദിവസമായി മാറാലൊക്കെ തട്ടിയിട്ട് കേട്ടോ. അപ്പോൾ മാറാലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് തട്ടിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. ഇനിയിപ്പോൾ എല്ലായിടത്തും ഒന്ന് തുണിയൊക്കെ വിരിച്ച് കട്ടിൻ്റെ മേലെ 3 റൂമിലും എല്ലാം കട്ടിൻ്റെ മുകളിൽ കൂടെയൊക്കെ തുണിയെല്ലാം വിരിച്ച് ഇട്ടിട്ട് വേണം നമുക്ക് മാറാലെല്ലാം തട്ടാൻ. ഇവിടെ അതിൻ്റെ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് മേലോട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ മുഖത്തെങ്ങാനും പൂഴി എന്തെങ്കിലും വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അവൾ അങ്ങോട്ട് നിർത്തിയിട്ട് ഇങ്ങോട്ട് നിർത്തിയിട്ട് കേട്ടോ. വെള്ളത്തിൽ വന്നുള്ള കളിയാണ്. ചായപ്പിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുടത്തിൽ, അത് മുക്കി ഒഴിക്കുകയാണ് കേട്ടോ അത് കൂടെയൊക്കെ.
അങ്ങനെ ഇതാ മാറാല തട്ടലൊക്കെ കഴിഞ്ഞു. ഇനി അടിച്ച് വരണം കേട്ടോ. അപ്പോൾ നല്ല കട്ടച്ചുമര ആയതുകൊണ്ടേ പഴയ നമ്മുടെ വീടാണ്. അപ്പോൾ കട്ടച്ചുമര് കാരണം നിറച്ച് മണ്ണ് ഇങ്ങോട്ട് വീണിട്ടേ മാറാല തട്ടുന്ന സമയത്ത് തന്നെ ഈ ചുമരിക്കൂടെയൊക്കെ നമ്മളിങ്ങനെ മാറാല ഇങ്ങനെ തങ്ങി നിൽക്കുന്നതൊക്കെ അങ്ങനെ തട്ടിയപ്പോൾ ഫുള്ള് മണ്ണ് കേട്ടോ. കുറച്ചധികം മണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മാറാലാട്ടലൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ക്ലീൻ ചെയ്യുക, അടിച്ചു വാരിയിട്ട് എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നേട്ടന് ദൂരെയാണ് ഓട്ടം പോയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് അപ്പുറം കൊഴിഞ്ഞാമ്പാറ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഇനി വരുമോ വരില്ലേ എന്നുള്ളത് ഉറപ്പില്ല കേട്ടോ. അപ്പോൾ ഞാനിനി എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ മുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അഥവാ വന്നാലും ഇനി അത് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അപ്പോഴത്തേന് തന്നെ സമയം ഒരുപാടായിരിക്കുന്നു കേട്ടോ. ഒരു 12:30 മണിയൊക്കെ 12:45 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. മൊത്തം മാറാല തട്ടലും എല്ലാം വീതിയും എല്ലാം എടുത്ത് കുടയലും അലക്കാനുള്ളതൊക്കെ അലക്കാനും മാറ്റി വയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും ഒക്കെ പൊടി തട്ടി മാറാല വീണതൊക്കെ അതെല്ലാം ഒന്ന് പെറുക്കി അടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തപ്പോഴത്തേനും കുറച്ച് സമയം വൈകിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുറേ പ്ലാസ്റ്റിക് കവറുകളും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ഓരോന്ന് പെറുക്കിയൊക്കെ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മണ്ണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും. നല്ല മണ്ണ് നമ്മുടെ സാധാ മൺകട്ടയാണ്. അപ്പോൾ ആ മൺകട്ടയുടെ മണ്ണും എല്ലാം കൂടിയായിട്ട് മാറാലൊക്കെ ആയിട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ അടിച്ചു വാരൽ കഴിയാനായി. ഇനിയിപ്പോൾ എന്തായാലും ഇനി ധോനി ബേബി കുറച്ച് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങും കേട്ടോ. അടിച്ച് വാരി പകുതി തുടച്ചപ്പോഴത്തേനും രാശേടം വന്നു കേട്ടോ. രാശേടം വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വേഗം കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഏട്ടന് ഭക്ഷണം വിളമ്പി കൊടുത്തു കേട്ടോ. പിന്നെ അമ്മായി കുറച്ച് തലേ ദിവസം കുറച്ച് മുരിങ്ങയൊക്കെ ഉരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്തു. ഏട്ടൻ കഴിച്ചൊന്നുമില്ല, എന്നാലും മുട്ട പൊരിച്ചതും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഏട്ടൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ കിടക്കുകയാണ് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് കേട്ടോ. ഏട്ടൻ ആ കിടക്കുന്ന സ്ഥലമൊക്കെ ഞാൻ ആദ്യം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഏട്ടൻ കയറി വന്നത് കേട്ടോ. അപ്പോൾ ഏട്ടന് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ഇതെല്ലാം അവിടെ ഇട്ടിട്ട് വേഗം കയ്യും കാലും മുഖമൊക്കെ കഴുകി ഏട്ടന് ഭക്ഷണം വിളമ്പി കൊടുത്ത് മുട്ടയൊക്കെ പൊരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഏട്ടൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാണ്. എന്നിട്ടാണ് ഇപ്പോൾ ബാക്കി ഞാൻ അപ്പോഴത്തേനും ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 2:30 സമയമൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ഏട്ടൻ കഴിക്കണതിൻ്റെ കൂടെ ഞാനും കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ അതിനിടയിൽ ധോനി ബേബി വാശി പിടിച്ചിട്ട് അവൾ ഉറങ്ങുകയും ചെയ്തു. അവളെ ഉറക്കിയിട്ടോ, മേലൊക്കെ കുളിപ്പിച്ചു. ഈ ചൂടല്ലേ, അപ്പോൾ അവളെയൊക്കെ മേലൊന്നും കൂടി കുളിപ്പിച്ചിട്ടൊക്കെ കിടത്തി ഉറക്കിയിട്ടോ. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ബാക്കി ഞാൻ എന്തായാലും അടുക്കളയും അതുപോലെ ഡൈനിങ് ഹാളും എല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് തുടപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇനി നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ കേട്ടോ. റെസ്റ്റ് എടുക്കുക പറഞ്ഞിട്ട് സമയം 2 മണി 2:30 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം റെസ്റ്റ് എടുക്കലൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ചായ വെക്കണം, അങ്ങനെ അതേപോലെ ഇനി അവൾക്ക് വൈകുന്നേരത്തിനുള്ള കുറുക്കിനുള്ളത് കോറ അരയ്ക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇനി നമുക്ക് വർക്കുകൾ കിടക്കണം കേട്ടോ. അലക്കാൻ രാവിലെ കുറച്ച് അലക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അവളുടെയും കുറച്ച് തുണികളൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഇപ്പോൾ ഊരിയിട്ടതും തെരതിരെ അങ്ങനെ ചീച്ചൊഴിച്ചതും അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കേട്ടോ. അപ്പോൾ അത് ഇനി അലക്കിയിടണം. എന്തായാലും പിറ്റേ ദിവസത്തേക്കിന് വെക്കുമ്പോഴത്തേനും ഒരുപാടായി പോവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപ്പം തിരുമ്പിയിടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.